ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്, നമുക്കറിയാം, നമുക്ക് പലർക്കും ഒരുപാട് ടീച്ചേഴ്സ് പറഞ്ഞ കാര്യം, ഞങ്ങളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഈ പറയുന്ന കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരുന്നുണ്ടെങ്കിലും ആ കുട്ടികളെ ഞങ്ങൾക്ക് THR HCMൽ എടുക്കുമ്പോൾ ആ കുട്ടികളെ കാണുന്നില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആളെ നിങ്ങൾ ആധാർ കാർഡ് വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പോർഷൻ ട്രാക്കർ തുറക്കാം. പോർഷൻ ട്രാക്കർ തുറന്നതിന് ശേഷം നമുക്കൊരു കുട്ടിയെ നോക്കാം. നമ്മളിപ്പോൾ ഒരു 6 months to 3 years ഒരു കുട്ടീനെ എടുത്തു. 6 months to 3 years. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അൺവെരിഫൈഡ് ഉണ്ട്, വെരിഫൈഡ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് 2 കേസ് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ കാറ്റഗറിയിൽ ആദ്യത്തെ കുട്ടി ആദിനാഥ് കെ കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ആദിനാഥ് കെ. ആ കുട്ടിയുടെ നിങ്ങൾ നോക്കിയാൽ പച്ച കളറിൽ വെരിഫൈഡ് എന്നാണ് കിടക്കുന്നത്. ഓക്കെ, ഈ 6 months to 3 years കുട്ടീനെ നമുക്കിനി എവിടെ പോയിട്ട് നോക്കാം? നമ്മുടെ ഇതിനകത്ത് പോയിട്ട് നോക്കാം. ഡെയിലി ട്രാക്കിംഗ് എടുക്കാം. നിങ്ങൾ ഡെയിലി ട്രാക്കിങ്ങിൽ THR/HCM എടുത്തു. നമ്മൾ 6 months to 3 years ആദിനാഥ് ഓർമ്മയുണ്ടല്ലോ, 6 months to 3 years എടുത്തു. നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് വരും. ആ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ആദിനാഥ് വന്നിട്ടുണ്ടോ. നോക്കിയാൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ആദിനാഥ് KA. ഓക്കെ, ആ കുട്ടിക്ക് ഓൾറെഡി THR ടീച്ചർ കൊടുത്തതുകൊണ്ട് THR ഗിവൺ എന്നുള്ള 25 days കാണിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ THRൽ ഈ THR/HCMൽ ആ കുട്ടി വരാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ആ കുട്ടി വെരിഫൈഡ് ആയിരുന്നു, പച്ച കളറിലായിരുന്നു. മനസ്സിലായില്ലേ? നമുക്ക് അടുത്തൊരു കുട്ടിയെ നോക്കാം. നമ്മൾ തിരിച്ചു ബാക്കിൽ പോയി ബെനിഫിഷ്യറിയിൽ തന്നെ പോയി 6 months to 3 years എടുത്തു. ഇനി നമുക്ക് വെരിഫൈഡ് അല്ലാത്തൊരു കുട്ടിയുടെ കേസ് നോക്കാം. ആദ്വിക്ക് കണ്ടില്ലേ നിങ്ങൾ, ആദ്വിക്ക് 1 year 2 months ആദ്വിക്ക്. ഈ ADWIക്ക് കണ്ടില്ലേ, ഈ ആദ്വിക്ക് അൺവെരിഫൈഡ് ആണ്. ആ കുട്ടിയുടെ ആധാർ വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, ആധാർ വെരിഫൈ ചെയ്യാത്ത ഒരു കുട്ടിയെ എന്തുണ്ടാവില്ല, THR അല്ലെങ്കിൽ HCMൽ വരില്ല. വെരിഫൈ ചെയ്തവർക്ക് മാത്രമേ ആനുകൂല്യം കിട്ടുള്ളൂ. നമുക്ക് ഈ ആദ്വിക്ക് അതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഒന്നുകൂടി പോയി ഡെയിലി ട്രാക്കിങ്ങിൽ പോയി THR HCM എടുത്തു. 6 months to 3 years എടുത്തു. ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയാൽ ADWIK ഇല്ല. കണ്ട, വെച്ച് ആകെ 3 പേരുള്ളൂ. ആദ്യവിക്ക് എന്ന് പറഞ്ഞ ആൾ ഈ കാറ്റഗറിയിൽ ഇല്ല. അപ്പോൾ എന്താണ്? അൺവെരിഫൈഡ് ആണ്. അത് വെരിഫൈ ചെയ്താൽ മാത്രമേ ഈ THR HCMൽ വരുള്ളൂ, നിങ്ങൾക്ക് THR ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കിനി ഇതുപോലെ HCMൻ്റെ കേസ് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? ഹോമിൽ പോയി ബെനിഫിഷ്യറിയിൽ പോയി. നമുക്കറിയാം, THR എന്ന് പറയുന്നത് 6 months to 3 years വരെയുള്ളവർക്കും HCM എന്ന് പറയുന്നത് 3 to 6 years കുട്ടികൾക്കുമാണ്. അല്ല, PM LM 0 to 6 6 months to 3 years THRും 3 years to 6 years HCMും. നമ്മൾ 3 to 6 എടുത്തു. അതിലേ ആദിൽ കൃഷ്ണ PL കണ്ട, നിങ്ങൾ നോക്കിയാൽ ആദിൽ കൃഷ്ണ PL. ആ കുട്ടിയുടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? അൺവെരിഫൈഡ് എന്നാണ്. കണ്ടില്ലേ, അൺവെരിഫൈഡ് ആണ്, റെഡ് കളറാണ്. ഈ ആദിൽ കൃഷ്ണ നമ്മുടെ എവിടെ ഉണ്ടാവില്ല, HCMൽ ഉണ്ടാവില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോയി THR HCM എടുത്തു. 3 to 6 years എടുത്തു. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം. ആദിൽ കൃഷ്ണയാണ് കേട്ടോ. നമുക്ക് ഈ ആദിൽ കൃഷ്ണ ഇവിടെ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നിങ്ങൾ നോക്കിയാൽ ആരവ് ഉണ്ട്, ആർദിക് ഉണ്ട്, ഹരീഷ് ഉണ്ട്. വെച്ച് അത്ര പേരുള്ളൂ. നമുക്കവിടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? ആദിൽ കൃഷ്ണ. ആദിൽ കൃഷ്ണ HCMൽ ഇല്ല. അപ്പോൾ ആദിൽ കൃഷ്ണ ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ആരിദ് കൃഷ്ണ, ആ കുട്ടി അംഗനവാടി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതുപോലെ ഡോട്ടിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ആദിൽ കൃഷ്ണയെ അൺവെരിഫൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ആ കുട്ടിക്ക് HCM ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ഉണ്ടാവും? ആ കുട്ടിയെ നമുക്ക് വെരിഫൈ ചെയ്താൽ മാത്രമേ ഈ കാറ്റഗറിയിലേക്ക് വരുള്ളൂ. പലരും പറയുന്നതാണ്, ഞങ്ങൾക്ക് ബെനിഫിഷ്യറിയിലും മറ്റു കാര്യങ്ങളിലും കുട്ടിയുണ്ടെങ്കിലും THR HCMനകത്ത് വരുന്നില്ല എന്നുള്ള പരാതി പറയാറുണ്ട്. നിങ്ങളത് വെരിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഇതിനകത്തേക്ക് വരുള്ളൂ, ആ ആനുകൂല്യം കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നിർബന്ധമായിട്ട് എല്ലാവരും ആധാർ വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം. നമുക്ക് ഒന്നുകൂടി ഒരു കാര്യം ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ 3 to 6 years എടുത്തു. HCM THR അതിൽ നമ്മൾ HCM ആണല്ലോ 3 to 6 വരുന്നത്. അപ്പോൾ HCMൽ ഉള്ള ആ ഒരു കുട്ടി ഇവിടെ നമുക്കിപ്പോൾ കുട്ടിയുടെ പേര് വരട്ടെ കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ലിസ്റ്റ് വന്നു. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ആരവ് AD. ഈ ആരവ് AD എന്ന് പറയുന്ന കുട്ടിക്ക് HCM നമുക്ക് ഇടണം. 3 to 6 years കുട്ടിയല്ലേ. അപ്പോൾ നമുക്കിവിടെ HCM നമ്മൾ ഇട്ട് എന്നിട്ടാണ് സബ്മിറ്റ് കൊടുക്കുക. ഈ ആരവ് എന്ന ആൾ ഇതിൽ വന്നു. ദെൻ ഈ ആരവ് നമുക്ക് ബെനിഫിഷ്യറിയിൽ വെരിഫൈഡ് ആണോ അൺവെരിഫൈഡ് ആണോ ചെക്ക് ചെയ്യാം.
ആരോ ഈ ലിസ്റ്റിൽ വന്നതുകൊണ്ട് അത് വെരിഫൈഡ് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ബെനിഫിഷ്യറിയിൽ പോയി 326 എടുത്തു. നിങ്ങൾ ആരോ നോക്കിയാൽ നിങ്ങളുടെ രണ്ടാമത് ആരോ AD കണ്ട വെരിഫൈഡ് ആണ്. അപ്പോൾ വെരിഫൈഡ് ആയ ബെനിഫിഷ്യറീസ് മാത്രമേ നിങ്ങൾക്ക് ഈ ആനുകൂല്യം കിട്ടുന്ന THR HCM പേര് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് മറക്കാതെ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.